Good morning students, welcome to this video. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ PNP ട്രാൻസിസ്റ്ററിനെ എങ്ങനെ ആക്റ്റീവ് മോഡിൽ ബയസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇതിൽ നമ്മൾ ഒരു NPN ട്രാൻസിസ്റ്ററിനെ എങ്ങനെ ആക്റ്റീവ് മോഡിൽ ബയസ് ചെയ്യാമെന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ NPN ട്രാൻസിസ്റ്ററിനെ ആക്റ്റീവ് മോഡിൽ ബയസ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് ബാറ്ററീസ് യൂസ് ചെയ്തിട്ടുണ്ട്, VE PCC. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ബാറ്ററി ഉപയോഗിച്ചാണ് നമ്മൾ NPN ട്രാൻസിസ്റ്ററിനെ ബയസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ആക്റ്റീവ് മോഡ് എന്ന് പറയുമ്പോൾ ഈ എമിറ്റർ ബേസ് ജംഗ്ഷനെ ഫോർവേഡ് ബയസ് ചെയ്യണം, കളക്ടർ ബേസ് ജംഗ്ഷനെ റിവേഴ്സ് ബയസ് ചെയ്യണം. അപ്പോൾ NPN ട്രാൻസിസ്റ്ററിനെ ആക്റ്റീവ് മോഡിൽ ബയസ് ചെയ്യണമെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷനെ ഫോർവേഡ് ബയസ് ചെയ്യണം, കളക്ടർ ബേസ് ജംഗ്ഷനെ റിവേഴ്സ് ബയസ് ചെയ്യണം. ആദ്യം എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫോർവേഡ് ബയസ് ആണ് ചെയ്യുന്നത്. ഫോർവേഡ് ബയസ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് ആക്റ്റീവ് മോഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഈ എമിറ്റർ ബേസ് ജംഗ്ഷനെ ഫോർവേഡ് ബയസ് ചെയ്യണം. നമുക്കറിയാം ഫോർവേഡ് ബയസ് ചെയ്യണമെങ്കിൽ പി ടൈപ്പിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യണം, എൻ ടൈപ്പിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷനെ ആദ്യമേ ഫോർവേഡ് ബയസ് ചെയ്യണം. അങ്ങനെ ഫോർവേഡ് ബയസ് ചെയ്യണമെങ്കിൽ എൻ ടൈപ്പിന് ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ടും പി ടൈപ്പിന് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും കണക്ട് ചെയ്യണം. അപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷനെ ഫോർവേഡ് ബയസ് ചെയ്യാൻ പി ടൈപ്പിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും എൻ ടൈപ്പിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടും കണക്ട് ചെയ്യണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എൻ ടൈപ്പ് ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി. ബാറ്ററി എന്ന് പറയുന്നത് VE ആണ്. എൻ ടൈപ്പിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുന്നു, പി ടൈപ്പിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുന്നു. പി ടൈപ്പ് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി. അങ്ങനെയാണ് എമിറ്റർ ബേസ് ജംഗ്ഷനെ ഫോർവേഡ് ബയസ് ചെയ്യുന്നത്. പി ടൈപ്പ് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ ഓഫ് VE, എൻ ടൈപ്പ് ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് VE. അങ്ങനെ എമിറ്റർ ബേസ് ജംഗ്ഷനെ ഫോർവേഡ് ബയസ് ചെയ്തു. ഇനി എങ്ങനെയാണ് കളക്ടർ ബേസ് ജംഗ്ഷനെ റിവേഴ്സ് ബയസ് ചെയ്യുന്നതെന്ന് നോക്കാം. ആക്റ്റീവ് മോഡ് ആണെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷനെ ഫോർവേഡ് ബയസ് ചെയ്യണം, കളക്ടർ ബേസ് ജംഗ്ഷനെ റിവേഴ്സ് ബയസ് ചെയ്യണം. റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയസിന്റെ ഓപ്പോസിറ്റ് ആണ്. അവിടെ പി ടൈപ്പിനെ ബാറ്ററിയായ VCCയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, എൻ ടൈപ്പിനെ ബാറ്ററിയായ VCCയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും കണക്ട് ചെയ്യും. റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞാൽ എൻ ടൈപ്പിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും പി ടൈപ്പിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടും കണക്ട് ചെയ്യും. അപ്പോൾ എൻ ടൈപ്പ് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി, പി ടൈപ്പ് ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി VCC. റിവേഴ്സ് ബയസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബാറ്ററി VCC ആണ്. എൻ ടൈപ്പിനെ VCCയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും പി ടൈപ്പിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടും കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് കളക്ടർ ബേസ് ജംഗ്ഷനെ റിവേഴ്സ് ബയസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു NPN ട്രാൻസിസ്റ്ററിനെ ആക്റ്റീവ് മോഡിൽ ബയസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫിഗറിനകത്ത് 3 കറണ്ട് കാണിച്ചിട്ടുണ്ട്. ഒന്ന് I എന്ന് പറഞ്ഞാൽ എമിറ്റർ കറണ്ട് ആണ്. രണ്ടാമത്തത് IB ബേസ് കറണ്ട് ആണ്. മൂന്നാമത്തത് IC കളക്ടർ കറണ്ട് ആണ്. ഇപ്പോൾ 3 കറണ്ട് കാണിച്ചേക്കൊണ്ട് എമിറ്റർ കറണ്ട് I, ബേസ് കറണ്ട് IB, കളക്ടർ കറണ്ട് IC. ഓക്കെ, അപ്പോൾ എമിറ്റർ കറണ്ട് I, ബേസ് കറണ്ട് IB, കളക്ടർ കറണ്ട് IC 3 കറണ്ട് ഫിഗറിൽ കാണിച്ചേക്കൊണ്ട്. ഓക്കെ, അപ്പോൾ ട്രാൻസിസ്റ്ററിലെ കറണ്ട് ഫ്ലോ ആണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഫിഗർ ഷോസ് കൺവെൻഷണൽ കറണ്ട് ഫ്ലോ ഇൻ എ ട്രാൻസിസ്റ്റർ. ഓക്കെ, നമുക്കറിയാം എമിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് കാരിയേഴ്സിനെ എമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചാർജ് കാരിയേഴ്സിനെ എമിറ്റ് ചെയ്യുന്നു, അതുകൊണ്ടാണ് ആ പേര് വന്നത്. എമിറ്റർ എമിറ്റ്സ് ചാർജ് കാരിയേഴ്സ്, ദസ് ദ നെയിം എമിറ്റർ. അപ്പോൾ എമിറ്റർ ചെയ്യുന്നത് ചാർജ് കാരിയേഴ്സിനെ എമിറ്റ് ചെയ്യുന്നു, അതുമൂലം എമിറ്റർ കറണ്ട് ഉണ്ടാകും. ഓക്കെ, എമിറ്റർ ടെർമിനൽ ഓഫ് എ ട്രാൻസിസ്റ്റർ emits charge carriers which results in a current IE. എമിറ്റർ
ചാർജ് കാരിയേഴ്സിനെ ബേസിലേക്ക് എമിറ്റ് ചെയ്യുന്നു. അതുമൂലം എമിറ്റർ കറണ്ട് ഐ ഉണ്ടാകുന്നു. ഇപ്പോൾ ചാർജ് കാരിയേഴ്സിനെ എമിറ്റർ എങ്ങോട്ട് എമിറ്റ് ചെയ്യുന്നു? ബേസിലേക്ക് എമിറ്റ് ചെയ്യുന്നു. അതുമൂലം എമിറ്റർ കറണ്ട് ഐ ഉണ്ടാകുന്നു. ഇനി ബേസിലെത്തുമ്പോൾ ഈ ചാർജ് കാരിയേഴ്സ് കുറച്ചെണ്ണം റീകോമ്പിനേഷന് വിധേയമാണ്. ഓക്കെ, അപ്പോൾ എമിറ്റർ എമിറ്റ് ചെയ്യുന്ന ചാർജ് കാരിയേഴ്സ്, ഇപ്പോൾ ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺ ആണ്. ഓക്കെ, എമിറ്റർ ബേസിലേക്ക് എമിറ്റ് ചെയ്യുന്നു വെച്ചു. അപ്പോൾ എമിറ്ററിൽ നിന്ന് ബേസിലേക്ക് എമിറ്റ് ചെയ്യുന്ന ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണെന്ന് വെച്ചു. ആ ഇലക്ട്രോൺസ് ബേസിലെത്തുമ്പോൾ അവിടെയുള്ള ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. എമിറ്റർ എമിറ്റ് ചെയ്യുന്ന കുറച്ച് ഇലക്ട്രോൺസ് ബേസിലെ ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. ഓക്കെ, അവിടെ ബേസ് കറണ്ട് ഉണ്ടാവുകയും ചെയ്യും. നോക്കാം, സം ഓഫ് ദീസ് കാരിയേഴ്സ്, ഈ കാരിയേഴ്സ് എന്ന് പറയുന്നത് എമിറ്റർ എമിറ്റ് ചെയ്യുന്ന കാരിയേഴ്സ് റീകമ്പൈൻഡ് ഇൻ ദ ബേസ് റീജിയൻ വിച്ച് കോസ് ബേസ് കറണ്ട് ഐ ബി ടു ഫ്ലോ. ഇപ്പോൾ എമിറ്റർ എമിറ്റ് ചെയ്യുന്ന കുറച്ച് ചാർജ് കാരിയേഴ്സ് ബേസിൽ റീകോമ്പിനേഷന് വിധേയമാകുന്നു. അതായത് ഇപ്പോൾ എമിറ്റർ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ബേസിലെത്തി ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. അവിടെ ബേസ് കറണ്ട് ഐ ബി ഉണ്ടാവുകയും ചെയ്യും. ഇനി വളരെ കുറച്ച് കറണ്ട് മാത്രമേ റീകോമ്പിനേഷന് വിധേയമാകത്തുള്ളൂ. വളരെ കുറച്ച് ചാർജ് കാരിയേഴ്സ് മാത്രമേ റീകോമ്പിനേഷന് വിധേയമാകത്തുള്ളൂ. ബാക്കി കാരിയേഴ്സ് എവിടെത്തും? കളക്ടറിലെത്തും. കളക്ടർ ഈ ചാർജ് കാരിയേഴ്സിനെ കളക്ട് ചെയ്യും. അങ്ങനെയാണ് കളക്ടർ എന്ന പേര് വരുന്നത്. അതുമൂലം അവിടെ ഒരു കളക്ടർ കറണ്ട് ഐ സി ഉണ്ടാവും. അപ്പോൾ എമിറ്റർ എമിറ്റ് ചെയ്യുന്ന ചാർജ് കാരിയേഴ്സ് കുറച്ച് ബേസിലെത്തി റീകോമ്പിനേഷന് വിധേയമാകും. അതായത് എമിറ്റർ എമിറ്റ് ചെയ്യുന്നത് ഇലക്ട്രോൺസ് ആണെങ്കിൽ അത് ബേസിലെത്തി ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. അങ്ങനെ റീകമ്പൈൻ ചെയ്യാത്ത ചാർജ് കാരിയേഴ്സ് കളക്ടറിലെത്തും. കളക്ടർ അതിനെ കളക്ട് ചെയ്യും. ഓക്കെ, അവിടെ കളക്ടർ കറണ്ട് ഉണ്ടാവുകയും ചെയ്യും. കളക്ടർ കറണ്ടിന്റെ സിമ്പല് ഐ സി, ബേസ് കറണ്ടിന്റെ സിമ്പല് ഐ ബി, എമിറ്റർ കറണ്ടിന്റെ സിമ്പല് ഐ ഇ. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ എമിറ്റർ കറണ്ട്, ഐ ബി എന്ന് പറഞ്ഞാൽ ബേസ് കറണ്ട്, ഐ സി എന്ന് പറഞ്ഞാൽ കളക്ടർ കറണ്ട്. അപ്പോൾ നമുക്ക് 3 കറണ്ടിനെ പറ്റി പഠിക്കണം: ഐ ഇ, ഐ ബി, ഐ സി. ഐ എന്ന് പറഞ്ഞാൽ എമിറ്റർ കറണ്ട്, ഐ ബി എന്ന് പറഞ്ഞാൽ ബേസ് കറണ്ട്, ഐ സി എന്ന് പറഞ്ഞാൽ കളക്ടർ കറണ്ട്. ഇങ്ങനെയാണ് ട്രാൻസിസ്റ്ററിനെ നമ്മൾ ബയസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസിസ്റ്റർ ബയസിംഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആക്റ്റീവ് മോഡിൽ ബയസ് ചെയ്യാൻ നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചത്, ആക്റ്റീവ് മോഡിൽ ബയസ് ചെയ്യാൻ എമിറ്റർ ബേസ് ജംഗ്ഷനെ ഫോർവേഡ് ബയസ് ചെയ്യണം. ഫോർവേഡ് ബയസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ടൈപ്പിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടും പി ടൈപ്പിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും കണക്ട് ചെയ്യണം. വീണ്ടും ഒരു ജംഗ്ഷൻ ഉണ്ട്, അത് കളക്ടർ ബേസ് ജംഗ്ഷനാണ്. അതിനെ റിവേഴ്സ് ബയസ് ചെയ്യണം. കളക്ടർ ബേസ് ജംഗ്ഷനെ റിവേഴ്സ് ബയസ് ചെയ്യാൻ, റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ടൈപ്പിനെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടും എൻ ടൈപ്പിനെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും കണക്ട് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് ട്രാൻസിസ്റ്ററിനെ ബയസ് ചെയ്യുന്നത്.